നമ്മളപ്പോൾ എങ്ങോട്ട് പോണേണ്? എങ്ങോട്ട് പോണേണ്? സ്ഥലപ്പേരറിയാൻ പാടില്ല. എങ്ങോട്ട് സ്ഥലപ്പേരൊക്കെ അറിയാം കേട്ടോ. അഴീക്കൽ വെള്ളച്ചാട്ടം കാണാനാണ് പോണത്. നമ്മളിതധികം പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു, നമുക്കൊന്ന് ഇവിടെ വരെ പോയിട്ട് വന്നാലോ എന്ന്. എന്താണെങ്കിലും എന്തേലും വരട്ടെ. വേനലായതുകൊണ്ട് വെള്ളം കുറവായിരിക്കും, വെള്ളമൊന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളിവിടെ ഒരു ആക്ച്വലി നമ്മുടെ നിയർ ബൈ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റി. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റിലെത്തും. 5 മിനിറ്റിലെത്തും. എടാ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി കഴിക്കാം. ഇത് പിടിച്ച് കഴിച്ചാൽ പറ്റൂ. ഇങ്ങനെ കഴിക്കും. ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല ഗൈസ്. ഇവർ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്താ ശരി, ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ഞാൻ അവിടെ പോയി വൈബൊക്കെ പിടിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പരിപാടിയൊക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒരു 100 അടി ഹൈറ്റിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാടും റബ്ബർ തോട്ടത്തിൻ്റെ കിടക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം. മന്നത്തൂർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിൽസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു 6.5 കിലോമീറ്റർ അപ്പുറത്ത് തിരുമരടി പഞ്ചായത്ത്. അവിടെ നിന്ന് ആണ് ഈ വെള്ളം ഇവിടെ വന്നേന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. എനിവേയ്സ് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം എങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. 20 രൂപയാണ് ടച്ചു. 20 രൂപയ്ക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പുറത്തോട്ട് കയറാനുള്ള സ്ഥലമുണ്ടോ? ലാൻഡ്സ്കേപ്പും പോർട്രേറ്റ് എടുക്കണം കേട്ടോ. എന്താണെന്ന് വേറെ വാട്ടർഫോളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ നേരിട്ട് വാട്ടർഫോളും കണ്ടിട്ടില്ല. ഞാൻ എവിടെയും പോയിട്ടില്ല. സോറി അച്ചു, എനിക്കിതാ അച്ചു ഇങ്ങനെയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടി ഉണ്ടാവും. അങ്ങനെ ഇതാണ് അരീക്കൽ നമ്മുടെ വെള്ളച്ചാട്ടം ഇപ്പോഴത്തെ അവസ്ഥ. മെയ് നമ്മൾ 2nd വീക്കാണ് നമ്മളിവിടെ എത്തിയേക്കണത്. അങ്ങനെ ഇതൊക്കെ കണ്ടു ആൻഡ് നമ്മൾ പോണേന്. വെള്ളച്ചാട്ടം കണ്ടു. അതെ, വെള്ളം ഇന്ത്യ ചാടുന്ന ഞാൻ ആദ്യമായിട്ട് കണ്ടേ. ഇത് ആദ്യമായിട്ട് കാണണേണ്. അതും വളരെ ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഭയങ്കരമാണ്, കാണണം നിങ്ങൾ. യെസ്, നമ്മളിനി കൊച്ചരീക്കൽ കേവ്സിലോട്ട് പോണേണ്. ഇവിടുത്തെ ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു എങ്ങനെയാണെന്ന്. പല ആൾക്കാരും പറയുന്നുണ്ട് എക്സ്പെക്ടേഷൻ vs റിയാലിറ്റി എന്നുള്ള അവസ്ഥയായി പോയി. അതെ, ആക്ച്വലി അല്ല, നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ കാണിച്ചു തന്നാലോ, എന്നിട്ട് നമ്മൾ കയറിയതല്ലേ. അതെ, ഇവിടെ വന്നേണല്ലോ. അതെ, ഇവിടെ വരെ വന്നല്ലേ. നമുക്ക് എന്തായാലും കൊച്ചരീക്കൽ കേവ്സിലോട്ട് പോവാം. കൊച്ചരീക്കൽ കേവ്സ് നമ്മൾ ഇവിടെ വെച്ചെടുത്ത തീരുമാനമല്ല. നമ്മൾ ഓൾറെഡി മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കൊച്ചരീക്കൽ കേവ്സിലോട്ട് പോകണമെന്ന്. കാരണം അവിടുത്തെ ആ ഒരു ഭംഗി എന്നൊക്കെ പറയണത് നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ വലിയ മരങ്ങൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ മരങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ റൂട്ട്സൊക്കെ തന്നെ അടിപൊളിയാണ് കാണുന്നത്. വീഡിയോയിലെ പോലെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് പോയത്. അതിവിടെ നിന്ന് ആക്ച്വലി ഒരു 3.5 കിലോമീറ്റേഴ്സ് കറക്റ്റ് ഒരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേഗം എത്തി. ആൻഡ് ഇവിടെ ചെന്നപ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോയില്ലേ, അപ്പം തന്നെ നമുക്ക് ആ ഒരു വെതർ ചേഞ്ച് ഉണ്ടല്ലോ അത് മനസ്സിലാവാൻ പറ്റും. കാരണം ഒരു സഡൻ കൂളിംഗ് എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തി. നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഐ വിൽ ഷോ യു. സീ, ഇങ്ങനെ അവിടെ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ട്. ഐ തിങ്ക് ആൾക്കാരുണ്ട്, വെള്ളമുണ്ട് എന്നൊക്കെ. ഓക്കെ, ഇവിടെ വന്ന ഉടനെ ഒരു റൂം വിളിക്കുന്നുണ്ട്. ഓക്കെ,
സോ കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് വെള്ളച്ചാട്ടത്തിൽ കണ്ടത്, അതേപോലെ തന്നെ വെള്ളമൊക്കെ കുറവാണ് ഇവിടെ. നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് അവിടെ വെച്ച് തീരുമാനിച്ചതാണ് കേട്ടോ. അത് അവിടെ നിൽക്കുന്നൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചി പറഞ്ഞു തന്നാണ് ഊരനാട്ട് ചിറ ചെക്ക് ഡാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ആക്ച്വലി വി ആർ സോ ഹാപ്പി. എന്തായാലും ഡാമിൽ വെള്ളം ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി. അപ്പുറത്ത് കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, പക്ഷേ അവരവിടെ നിന്ന് കയറിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു, കാരണം അവിടെ നല്ല അട്ട കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ ഇവിടെ എത്തിയിരുന്നെങ്കിൽ മേ ബി നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ ഞാൻ ഈ ഒരു സൈഡ് മാത്രം കാണിക്കുന്നത്, അപ്പുറത്തെ സൈഡിൽ വേറെ ഫാമിലി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്ത ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. ഇവിടെ വെള്ളത്തിൽ പുഷപ്പ് എടുക്കുന്ന പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. എനിവേയ്സ് അടിപൊളിയായിരുന്നു. ആൻഡ് എനിക്ക് തോന്നിയത് നമ്മൾ ഈ സ്പോട്ടിലേക്ക് ആദ്യം വന്നിട്ട് ഒരു മഴക്കാലത്ത് അപ്പുറത്തെ സ്പോട്ടിലോട്ടൊക്കെ പോകണേന് ഏറ്റവും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു സമയം ഒരു 11 മണി 12 മണി എന്തോ ആയി. നമ്മൾ നല്ല വെയിലുള്ളതുകൊണ്ട് ആദ്യം നമുക്കിവിടെ ഇറങ്ങണോ വേണ്ടിയെന്നൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇല്ല, നമുക്ക് എന്തായാലും ഇറങ്ങാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ ഇറങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു നഷ്ടമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ ഇറങ്ങി. ഇത് വറുത്തായിരുന്നു, പക്ഷെ അപ്പുറത്തെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ. അവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ കാണാൻ നല്ല രസമുണ്ട്, കാണിച്ചു തരാം. അതെ, കളിക്കാൻ ഇവിടെ രസം. 100 രൂപ. ഞാനാ സോ അച്ചു ബാ, ഇതിപ്പോ നേക്കാട്ട് പണിക്കര പോലെ ഉണ്ട്, പക്ഷേ എനിവേ കുഴപ്പമില്ല. ഇത് അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും ടൈം നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വെയിൽ മാറി ഒരു മോർണിംഗ് ആണ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. നമ്മൾ ആ സ്പോട്ടിലൊക്കെ പോണതിന് മുമ്പ് ഇവിടെയാണ് വന്നിരുന്നെങ്കിൽ 2 സ്ഥലവും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അത് എന്താണ്, മഴയില്ല, എനിക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ വെള്ളം മൊത്തം ഇവിടെ കിടക്കും. അതെ, പക്ഷെ ഇവിടെ ഇറങ്ങരുത്, ഇറങ്ങി കഴിഞ്ഞാൽ അട്ട ഉണ്ടാവും. കുറച്ചൊക്കെ അട്ടയുടെ ഒരു എന്തുപടി അട്ടയുടെ ശല്യം ഡ്രസ് സ്പീക്കറൊക്കെ നമുക്ക് അട്ടയിരുന്ന പറഞ്ഞു. ആ, നീ പറഞ്ഞ കേൾക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ വെള്ളത്തിന് ചാട്ടമുണ്ട്, കാണിച്ചു തരാം. ആക്ച്വലി കാണാൻ ഇവിടെ ഭംഗി, ബട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും. അതെ, പിന്നെ ഇവിടെ ഒരു അലമ്പ് പരിപാടി ഞാൻ കണ്ടത്, നോക്കി മഞ്ഞ ആൾക്കാരൊക്കെ ഇതുപോലെ മഞ്ഞപ്പരിപാടി കാണിക്കരുത്, പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ ഇടും. ആ സ്റ്റാൻഡേർഡ്, എന്നാലും ഒരു അലമ്പ് പരിപാടി. സോ അമ്മേ യൂതുരിപ്പൊന്നു സാരല്ല, നമുക്ക് കെട്ടിയേക്കണമെങ്കിൽ എന്തായാലും മൊത്തത്തിൽ കൊള്ളാം. തിരിക്കണേണ് നമുക്ക്, ഞങ്ങളാണ് അവസാനം.